പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂലൈ മാസം 12 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭായോഗങ്ങളെ അനുഗ്രഹമാക്കി തീർത്തില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്വസ്ഥമായി രാത്രിയിൽ ഉറങ്ങുവാൻ കർത്താവ് കൃപ തന്നില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നമ്മളെ നിറച്ച് ദൈവത്തിൻ്റെ മഹത്വമായി, അപ്പൻ്റെ മഹത്വമായി ഈ പകൽക്കാലം നമ്മളെ മാറ്റി ഈ പകൽക്കാലം നമ്മളെ അത്ഭുതത്തോടെ നടത്തുന്നതിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 149 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ കർത്താവിന് സ്തുതിയും പാടുവീൻ. അമേൻ അമേൻ. 3-ാമത്തെ വാക്യം പറയുന്നു, അവർ നൃത്തം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ കർത്താവിനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ കർത്താവ് രക്ഷ കൊണ്ട് അലങ്കരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. ഇവരിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ കർത്താവിൻ്റെ മഹത്വമായി മാറട്ടെ. ഇവരിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തി ജാതികൾ കാണത്തക്ക വിധത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ സകല ഏടുകളിലും, അവരുടെ കുടുംബജീവിതത്തിൽ, അവർ ചെയ്യുന്ന ജോലികളിൽ, കർത്താവേ, അവർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങളിൽ ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളിവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ആമേൻ. അനർത്ഥങ്ങൾ ഇവർക്ക് ഭവിക്കാതെ ദൂതന്മാർ ഇവർക്ക് ചുറ്റും കാവലായി നിൽക്കട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ ജയിക്കാൻ അനുവദിക്കാതെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശു രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദൂതന്മാർ ഇവർക്ക് ചുറ്റും കാവലായി നിൽക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ വലിയ പ്രൊട്ടക്ഷനകത്ത് ഇവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗശക്തികളും അവരെ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ലങ്സിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലങ്സ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ അസ്വസ്ഥതകളും, ആമേൻ, ശ്വാസകോശ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. കർത്താവേ, തൻ്റെ മക്കൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും കർത്താവിൻ്റെ അഭിവൃദ്ധി കാണുവാൻ സഹായിക്കണം. അവർ ചെയ്യുന്ന സകലത്തിലും ദൈവിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിലുള്ള എല്ലാ താമസങ്ങളും ഡിലേകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്തു. എല്ലാം ഓൺ ടൈം നടക്കട്ടെ. എല്ലാം ദൈവിക പദ്ധതി പ്രകാരം ദൈവിക സമയത്ത് സംഭവിക്കട്ടെ. ഡിലേ സ്പിരിറ്റിനെ ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദാസീദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ദൈവിക ഉണർവുകൾ ഉണ്ടാകട്ടെ. അവൻ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആമേൻ കാണുവാൻ ഇടവരുത്തട്ടെ. കർത്താവ് മുഖാന്തരം അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആലോചനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. അവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, അംഗം പൊരുതുന്നവനൊക്കെയും
സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിനാകുന്നു. അതോ അവർ വാടുന്ന കിരീടവും നമ്മൾ വാടാത്തതും പ്രാപിക്കേണ്ടത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ഇത് ആ കാലഘട്ടത്തിലെ ഗ്രീക്ക് അത്ലറ്റിക്സ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒളിമ്പിക്സ് പോലുള്ള ആ ഒരു കാലഘട്ടത്തെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അവരോട് പരിശുദ്ധാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അവർ ഈ ഗ്രീക്കിൽ അല്ലെങ്കിൽ അവിടുത്തെ അന്നത്തെ അത്ലറ്റുകൾ, അല്ലെങ്കിൽ അന്ന് അവർ ഓട്ടക്കളത്തിൽ ഓടുന്നവരും അവിടെ ഈ ഗെയിംസ് കളിക്കുന്നവരും ഒക്കെ അവരുടെ ട്രെയിൻ ചെയ്യും. അവർ ഭയങ്കര ശക്തമായ ട്രെയിനിങ് ഉണ്ട്. അവരെ തന്നെ ഡിനേ ചെയ്ത് അവരുടെ സന്തോഷത്തെ, അവരുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ജീവിതത്തിൽ ഒരു പ്രത്യേക ഡിസിപ്ലിൻ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു? അവർ വാടുന്ന കിരീടത്തിന് വേണ്ടിയാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ആ ഒരു ട്രെയിനിങ് സെക്ഷനെ അവർ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു ഓട്ടക്കളത്തിൽ ഓടാനായിട്ട് ഇറങ്ങി നിൽക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു ഗുസ്തിക്കളത്തിൽ നിൽക്കുന്നവൻ, അവൻ പല കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കും. മറ്റു പലരും ചെയ്യുന്നത് അദ്ദേഹം ചെയ്യത്തില്ല. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് നോർമലാക്കണം, തൻ്റെ ആഹാര രീതികളിൽ വ്യത്യാസം വരുത്തണം, അധികാലത്ത് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണം, മഴയോ വെയിലോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, തൻ്റെ എക്സസൈസ് ഷെഡ്യൂളുകൾ അതാതിൻ്റെ സമയത്ത് നടക്കണം. എന്തിനു വേണ്ടി? താൻ ആഗ്രഹിക്കുന്ന ട്രോഫി തനിക്ക് നേടുവാൻ. അന്നത്തെ കാലത്ത് ഇല കൊണ്ടുണ്ടാക്കിയ ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വാടിപ്പോകുന്നതാണ് അന്ന് അവർക്ക് കിട്ടുന്നത്. എന്നിട്ട് കർത്താവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അവരെ വാടുന്ന കിരീടത്തിന് വേണ്ടി ഇത്രമാത്രം ട്രെയിനിങ്ങുകൾ, ഇത്രമാത്രം അവരുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നെങ്കിൽ, വാടാത്ത കിരീടത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം എന്നാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ഇവിടെ ചിത്രീകരിക്കുന്നത് ഒരു പ്ലേ ഗ്രൗണ്ടുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ടക്കളമായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പണ്ട് ഒരിക്കലൊരു കെനിയക്കാരനായ ഒരു ഓട്ടക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഞാൻ ട്രെയിനിങ്ങിന് വിധേയനായിക്കൊണ്ടിരിക്കും. മഴയുണ്ടെങ്കിലും വെയിലാണെങ്കിലും ഞാൻ ട്രെയിനിങ്ങിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം എന്നാ? ഞാൻ ഒരു സമ്മാനത്തിന് വേണ്ടി ഞാനൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഓടാനാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്കൊരു സമ്മാനം കിട്ടുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ഒരു സമ്മാനം മേടിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ സമ്മാനമാണ്, അതെനിക്ക് അഭിമാനമാണ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക യാത്രകളിലും നമുക്കും നമ്മുടേതായ ഇഷ്ടങ്ങളെ ജയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് മുമ്പിൽ വരുന്ന ഡിസ്ട്രാക്ഷനുകളെ ജയിക്കേണ്ടതായിട്ടുണ്ട്. ഇമോഷണൽ ഫീലിങ്സിനെ ജയിക്കേണ്ടതായിട്ടുണ്ട്. ജഡീകമായ താല്പര്യങ്ങളെ ജയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ജയിച്ചു മുന്നേറാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ ഡിസിപ്ലിൻ ചെയ്തവരാണ് അസാധാരണക്കാരായത്. അത് പാസ്റ്റേഴ്സ് ആയാലും കൊള്ളാം, ഇവാഞ്ചലിസ്റ്റുകളായാലും കൊള്ളാം, സാധാരണ വിശ്വാസികളായാലും കൊള്ളാം. എന്തെങ്കിലും അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലതും മാറ്റിവെച്ച് തങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ക്രമീകരണം വരുത്തി ജീവിച്ചതുകൊണ്ട്. ഒരിക്കലും ഒരു ദൈവദാസനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് 7 വർഷത്തോളം അദ്ദേഹം ഒരു ദേശത്തിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവവചനം ധ്യാനിച്ച് ഭയങ്കരമായി തള്ളപ്പെട്ടു. ഒരു വളർച്ചയും കാണുന്നില്ല. ആളുകൾ കളിയാക്കി, ആളുകൾ നിരാശപ്പെടുത്തി. ആളുകൾ ചോദിച്ചു, ഇതുകൊണ്ട് എന്നാ കാണിക്കാനാണ്? സ്വന്തക്കാർ ചോദിച്ചു, വീട്ടുകാർ ചോദിച്ചു. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. ഏകദേശം 7 വർഷക്കാലം നിരന്തരമായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ പാർട്ടി ചെയ്യാൻ പോകുമ്പോൾ, മറ്റുള്ളവർ ടൂറിന് പോകുമ്പോൾ ഇദ്ദേഹം ആ ദേശത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചു. ഇന്ന് ലോകത്തിൽ വേഗത്തിൽ വളരുന്ന സഭയുടെ ഒരു പാസ്റ്ററാകാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. എന്താണ് സീക്രട്ട്? സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ മിതത്വം പാലിച്ചുകൊണ്ട് ഒരു സ്പിരിച്വലി ട്രെയിൻഡ് ആകാമെങ്കിൽ അവിടെ നമുക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഹല്ലേലൂയ നമ്മൾ ഒരു സ്പിരിച്വൽ റൂട്ടീൻ ഉണ്ടാക്കണം. പ്രാർത്ഥിക്കാനൊരു സമയം കണ്ടെത്തണം. ഇന്ന സമയത്ത് ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, ഇത്ര ദിവസം ഞാൻ ഉപവസിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നതിനെ നമ്മൾ തന്നെ മാറ്റണം. അതിനുവേണ്ടി ക്രമീകരണം ചെയ്യണം. അപ്പം രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഈവനിങ്ങിൽ പാർട്ടികൾക്കും അമിതമായി
മിതമായ ആഹാരവും കഴിച്ചാൽ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിസിപ്ലിൻ ചെയ്യണം. അതുപോലെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. നമുക്ക് ആ ദൈവത്തോട് അക്കൗണ്ടബിൾ ആകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മീകമായിട്ടാണെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടാകണം, അദ്ദേഹവുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, ഒരു സ്പിരിച്വൽ നിങ്ങൾക്ക് അവിടെ ഒരു ആ കമ്പനിയിലെ ബോസുമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ. ചിലതിനെ നമ്മൾ വേണ്ടാന്ന് വെക്കണം. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ മുറുകി പറ്റുന്നതിനെ വേണ്ടാന്ന് വെക്കുവാൻ, വെയിറ്റ് ലോസ് ആകുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ചിലതിനെ നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ട് വരും. എന്നിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ പ്രതിഫലത്തെ കാണുകയും അതിൽ സന്തോഷിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഓടുന്നത് ജയിക്കാൻ വേണ്ടി ഓടണം. ആമേൻ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഡിസിപ്ലിനിൽ പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. അത് ഏത് കാര്യത്തിലാണെങ്കിലും ജയം വേണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ വേണം. അത് എഡ്യൂക്കേഷൻ ആയാലും ഒരു ഡിസിപ്ലിൻ വേണം. ആത്മീക ശുശ്രൂഷകളിലാണെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വളർച്ച പ്രാപിക്കണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. വർജിക്കേണ്ടതിനെ വർജിക്കണം, വേണ്ടാന്ന് വെക്കേണ്ടത് വേണ്ടാന്ന് വെക്കണം. അങ്ങനെ നിന്നാൽ അത്ഭുതകരമായ മുന്നേറ്റം കർത്താവ് തരും. കരങ്ങൾ ഉയർത്തുകയും പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ട തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മീകമായ ഡിസിപ്ലിൻ എല്ലാ രീതിയിലും ഉണ്ടാകട്ടെ. അംഗം പൊരുതുന്നവൻ വർജനം ആചരിക്കുന്നത് പോലെ വർജിക്കേണ്ടതിനെ വർജിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കും. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.